ഈ ആഴ്ചയിലെ രാമായണ ചിന്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. രാമായണം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില കഥാപാത്രങ്ങൾ ശ്രീരാമനും സീതയും ലക്ഷ്മണനും രാവണനും ഒക്കെ തന്നെ. എന്നാൽ ഈ ഗ്രന്ഥത്തിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ ഈ കഥാപാത്രങ്ങളെ പോലെ തന്നെയോ ചിലപ്പോൾ അവരെക്കാൾ ഏറെയോ മികച്ചതായ പ്രകടനം നടത്തുന്ന ചില കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ദശരഥ മഹാരാജാവ്, അയോധ്യാധിപരായ ദശരഥ മഹാരാജാവിന്റെ ഭാര്യമാരാണ് കൗസല്യയും കൈകേയും സുമിത്രയും. സന്താനഭാഗ്യമില്ലാതെ ഇരുന്ന മഹാരാജാവ്, അതിൽ വളരെ ദുഃഖിതനായ മഹാരാജാവ് പുത്രകാമേഷ്ടി യാഗം നടത്തുകയും അതിൽ നിന്ന് പായസം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആ പായസത്തിന്റെ പകുതി കൗസല്യയ്ക്ക് കൊടുക്കുകയും ബാക്കി പകുതി കൈകേയിക്ക് കൊടുക്കുന്നതുമായിട്ടാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. കൗസല്യ തനിക്ക് കിട്ടിയ പകുതി പായസത്തിൽ നിന്ന് വീണ്ടും അതിനെ പകുതിയാക്കി തിരിച്ച് സന്തോഷത്തോടു കൂടി സപത്നിയായ സുമിത്രയ്ക്ക് കൊടുക്കുക. ഇത് കണ്ട് കൈകേയിയും കൊടുക്കുന്നു എന്നാണ് രാമായണം പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ രംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ദശരഥ മഹാരാജാവിന് എന്തോ സുമിത്രയോട് ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു. ആ അവഗണനയുടെ, പായസം നൽകാതിരിക്കുന്ന അവഗണനയുടെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക സുമിത്രയോട് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല എന്നതാണ്. മറ്റൊരു കോണിൽ കൂടി ചിന്തിച്ചാൽ, മറ്റൊരു വീക്ഷണത്തിൽ കൂടി നമ്മൾ ചിന്തിച്ചാൽ, ശ്രീരാമന്റെയും സഹോദരന്മാരുടെയും ജന്മം ദേവകാര്യാർത്ഥമായിട്ടാണ്. രാക്ഷസ വംശനാശത്തിനു വേണ്ടിയുള്ള ദേവന്മാരുടെ അഭ്യർത്ഥന പാലിച്ചുകൊണ്ടാണ് മഹാവിഷ്ണുവും തന്റെ ശ്രീരാമൻ അതുപോലെ തന്നെ സഹോദരങ്ങളും ജന്മമെടുക്കുന്നത്. ദശരഥ മഹാരാജാവ് പായസം 3 പകുത്തി നൽകിയെങ്കിൽ കൗസല്യയിൽ നിന്നും കൈകേയിൽ നിന്നും സുമിത്രയിൽ നിന്നും ഓരോ മക്കളെയാണ് ദശരഥ മഹാരാജാവ് ലഭിക്കുക. മഹാവിഷ്ണുവായി ശ്രീരാമനും ആദിശേഷനായി ലക്ഷ്മണനും ശംഖചക്രങ്ങളായ ഭരത ശത്രുഘ്നന്മാരും ജന്മം കൊള്ളേണ്ടത് ദേവകാര്യാർത്ഥമാണ്. ശ്രീരാമനോടൊപ്പം ലക്ഷ്മണനും ഭരതനോടൊപ്പം ശത്രുഘ്നും ഉണ്ടാകേണ്ടത് ആ അവതാര ലക്ഷ്യത്തിന് അനിവാര്യതയാണ്. അതുകൊണ്ട് ദശരഥ മഹാരാജ് ചെയ്ത നിയോഗം ദേവകാര്യമായിട്ടുള്ള ഒരു നിയോഗം, ദേവന്മാരുടെ ഇച്ഛ പോലെയുള്ള ഒരു നിയോഗമല്ലേ ദശരഥ മഹാരാജാവ് പായസ വിതരണത്തിൽ ചെയ്തത്? 2 പകുത്ത് കൗസല്യയ്ക്കും കൈകേയും കൊടുത്തു. ആ 2 പേരിൽ നിന്ന് വീണ്ടും പകുതിയായി 2 പേരിൽ നിന്നും സുമിത്രയ്ക്ക് ലഭിച്ചപ്പോഴാണ് ലക്ഷ്മണനും ശത്രുഘ്നും ജന്മമെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഏതൊരു കാര്യത്തിനും, നാം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും ദൈവത്തിന്റെ ഒരു തീരുമാനമുണ്ട്. നാം നല്ല ചെയ്താലും ചീത്ത പ്രവൃത്തി ചെയ്താലും അത് ദൈവനിയോഗമായിട്ട് തന്നെ ചിലപ്പോൾ കരുതേണ്ടി വരും. ദശരഥന്റെ ഈ പ്രവൃത്തി ദൈവനിയോഗമായിട്ട് തന്നെ നമ്മൾ കരുതണം. ഞാൻ നേരത്തെ പറഞ്ഞു, രാമായണത്തിലെ ചില കഥാപാത്രങ്ങൾ, അതിലൊരു പ്രഗത്ഭമായ കഥാപാത്രമാണ്, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കഥാപാത്രമാണ് സുമിത്രയുടെ. ഈ പായസ വിതരണം കൊടുത്ത് സുമിത്രയ്ക്കൊക്കെ മക്കളുണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സുമിത്രയെ കാണുന്നത് അച്ഛന്റെ ആ വാക്ക് പാലിക്കാനായി ശ്രീരാമൻ വനത്തിലേക്ക് പോകുന്ന രംഗത്താണ്. ശ്രീരാമനോടൊപ്പം സീത പോകാൻ തയ്യാറാകുന്നു. ശ്രീരാമനെയും തന്റെ ചേട്ടനെയും ചേട്ടത്തിയമ്മയും സംരക്ഷിക്കുവാനായി ഞാൻ പോകുമെന്ന് തീരുമാനമെടുക്കുന്നു സുമിത്രയുടെ ഒരു മകനായ ലക്ഷ്മണൻ. ഈ രംഗത്താണ് വീണ്ടും നമ്മൾ സുമിത്രയെ കാണുന്നത്. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം സുമിത്രയുടെ നാവിൽ നിന്നാണ് വരുന്നത്. വിക്രമാദിത്യ രാജാവ് ഒരിക്കൽ വരരുചിയോട് ആവശ്യപ്പെട്ടു രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം കണ്ടെത്തുവാൻ. അങ്ങനെ വരരുചി കണ്ടെത്തിയ ആ ശ്ലോകമാണ് സുമിത്ര തന്റെ മകനെ ആയ ലക്ഷ്മണനോട് വനവാസത്തിന് ചേട്ടനോടും ചേട്ടത്തിയമ്മയോടും ഒപ്പം പോകാൻ തീരുമാനിക്കുമ്പോൾ പറയുന്ന ആ ശ്ലോകം. രാമം ദശരഥം വിദ്യം മാം വിദ്യം ജനകാത്മജാം അയോധ്യാം അടവിം വിദ്യം ഗച്ഛ താത. രാമായണത്തിലെ ഏറ്റവും മഹത്തരമായ ശ്ലോകമാണ്. ആ ശ്ലോകം സുമിത്ര പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ആ കാലഘട്ടത്തിനനുസരിച്ച് ഉള്ളൊരു ശ്ലോകമാണ്. ഇന്നും നമുക്ക് പാലിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് സുമിത്ര. അറിയാം, രാമായണത്തിലെ ലക്ഷ്മണൻ എന്ന കഥാപാത്രം നമുക്കറിയാം. ക്ഷിപ്രകോപിയാണ്. ചെറിയൊരു കാര്യം വന്നാൽ കോപിഷ്ഠനാണ്. അച്ഛനെ പിടിച്ച് തടവിലാണ് തയ്യാറായതാണ് ലക്ഷ്മണൻ. അങ്ങനെയുള്ള ലക്ഷ്മണൻ ശ്രീരാമനോടൊപ്പം കാട്ടിൽ പോകുമ്പോൾ ഇവർ തമ്മിലുള്ള മൂപ്പ് വ്യത്യാസം ദിവസങ്ങളുടെ മാത്രമാണ്. ആ മൂപ്പ് വ്യത്യാസം അത്രയേ ഉള്ളൂ. ആ ചേട്ടനോടൊപ്പം കാട്ടിലേക്ക് ലക്ഷ്മണൻ പോകുമ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ലക്ഷ്മണൻ ചിലപ്പോൾ കോപിഷ്ഠനാകാൻ സാധ്യതയുണ്ട്, ചേട്ടനുമായി തെറ്റാൻ സാധ്യതയുണ്ട്.
ഇത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് സുമിത്ര പറയുന്നത്, നീ ചേട്ടനായിട്ടല്ല ശ്രീരാമനെ കാണേണ്ടത്, നിന്റെ പിതാവായ ദശരഥനെ പോലെ നിന്റെ ചേട്ടനെ ശ്രീരാമനെ കാണുകയും അച്ഛന്റെ വാക്കുകൾ പാലിക്കുന്നത് പോലെ, അച്ഛനെ അനുസരിക്കുന്നത് പോലെ നീ ശ്രീരാമനെ അനുസരിക്കണം എന്ന സുമിത്രയുടെ ആ വരികൾ, രാമം ദശരഥം വിദ്യം എന്ന വരികൾ വളരെ മുൻകൂട്ടി കണ്ട പ്രായോഗികമതിയായ ഒരു അമ്മയുടെ വാക്കുകളാണ്. അതിൽ തന്നെ കാണുന്ന ഒരു ശ്ലോകമാണ്, കാടിനെ അയോധ്യയായി കാണണം. ജനിച്ച അന്നു മുതൽ ഇന്ന് വരെ കൊട്ടാര സുഖങ്ങളിൽ നിന്ന് വേർതിരിട്ട് കൊട്ടാര സുഖങ്ങളിൽ മാറി ലക്ഷ്മണൻ ജീവിച്ചിട്ടില്ല. ഒരു ഇടവേളയിൽ ഒഴിച്ച്, വിശ്വാമിത്രന്റെ ഒപ്പം യാഗരക്ഷയ്ക്ക് പോകുന്ന ഇടവേളയിൽ ഒഴിച്ച് കൊട്ടാര സുഖങ്ങൾ മാത്രം അനുഭവിച്ച ലക്ഷ്മണൻ ചേട്ടന്റെയും ചേട്ടത്തിയമ്മയുടെയും അടുത്തേക്ക് പോകുവാനുള്ള തീരുമാനം, അത് ആരംഭശൂരത്വമായി ലക്ഷ്മണന്റെ തീരുമാനം മാറരുത്. കാട്ടിലെ സുഖഭോഗങ്ങൾ, അയോധ്യയിലെ സുഖഭോഗങ്ങൾ കാട്ടിൽ കിട്ടാതാകുമ്പോൾ അയോധ്യയെ ഉപേക്ഷിച്ച്, കാട്ടിനെ ഉപേക്ഷിച്ച്, വനത്തെ ഉപേക്ഷിച്ച് മകനെ ലക്ഷ്മണ നീ പോരരുത്, 14 വർഷവും ചേട്ടനോടും ചേട്ടത്തിയമ്മയോടും ഒപ്പം ഉണ്ടാകണമെന്നാണ് ആ വരികളിലൂടെ വനത്തെ അയോധ്യയായി കാണണമെന്ന വരികളിലൂടെ സുമിത്ര ഓർമ്മിപ്പിക്കുന്നു. ആ ശ്ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം, ഇന്ന് കാലഘട്ടത്തിന് അനുസൃതമായ ശ്ലോകമാണ്, സീതയെ, ചേട്ടത്തിയമ്മയായ സീതയെ എന്നെ പോലെ കരുതണം. 14 വർഷം ലക്ഷ്മണൻ ചേട്ടന്റെയും ചേട്ടത്തിയമ്മയുടെയും കൂടെ പോകാൻ പോകുന്നത് ഭാര്യയായ ഊർമിളയെ ഉപേക്ഷിച്ചുകൊണ്ടാണ്. ഈ 14 വർഷം ഊർമിളയെ ഉപേക്ഷിച്ച് പോകുമ്പോൾ, വിഭാര്യനായി പോകുമ്പോൾ ലക്ഷ്മണന്റെ മനസ്സിലേക്ക്, ആ കാടിന്റെ വനത്തിന്റെ പ്രകൃതിയുടെ ചാരുതയിൽ ലക്ഷ്മണന്റെ മനസ്സിലേക്ക് ചിലപ്പോൾ മാനുഷികമായ അധമ വികാരങ്ങൾ കടന്നു വരാം. ചേട്ടത്തിയമ്മയോട് താഴെയാണ് സീത, ലക്ഷ്മണനേക്കാൾ കടന്നു വരാം. അങ്ങനെയുള്ള വികാരങ്ങൾ കടന്നു വരരുത് എന്ന് ആ അമ്മ ഓർമ്മിപ്പിക്കുകയാണ്, എന്നെ പോലെ സീതയെ കാണുക. ലക്ഷ്മണൻ തന്റെ അമ്മയുടെ ആ ഉപദേശം പരിപൂർണമായി പാലിച്ചിരുന്നു എന്ന് രാമായണത്തിലെ പിന്നീടുള്ള രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം വിലപിച്ചുകൊണ്ട് ശ്രീരാമനും ലക്ഷ്മണനും അന്വേഷിച്ചു പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ആ വനത്തിൽ വെച്ച് വാനരന്മാരായ സുഗ്രീവനെയും ഹനുമാനെയും കണ്ടുമുട്ടുന്നു. സീത പുഷ്പവിമാനത്തിൽ രാവണൻ തട്ടിക്കൊണ്ടു പോകുമ്പോൾ തന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം കീറി തന്റെ ആഭരണങ്ങൾ താഴേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആഭരണങ്ങൾ കിട്ടിയത് ഹനുമാനെയാണ്. ഹനുമാന്റെ കയ്യിലാണ്. ഹനുമാൻ ആ ആഭരണങ്ങൾ ശ്രീരാമനെ ഏൽപ്പിക്കുമ്പോൾ ശ്രീരാമൻ അതിൽ ഓരോ ആഭരണവും ലക്ഷ്മണനെ കാണിച്ചു കൊടുക്കുമ്പോൾ ലക്ഷ്മണന് ആഭരണങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ ഒരാഭരണം, സീത അണിഞ്ഞിരുന്ന പാദസ്വരം കാണിച്ചു കൊടുത്തപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഇതെന്റെ ചേട്ടത്തമ്മയുടെ പാദസ്വരമാണ്. ഞാൻ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ചേട്ടനെയും നമസ്കരിക്കും, അതോടൊപ്പം ചേട്ടത്തിയമ്മയെ നമസ്കരിക്കുമ്പോൾ ഞാൻ ഈ പാദസ്വരം കണ്ടിട്ടുണ്ട്. വളയോ മാലയോ സീതയുടെ ആഭരണങ്ങളൊന്നും എനിക്ക് അറിയില്ല, പക്ഷെ ഈ പാദസ്വരം എനിക്കറിയാം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തന്റെ അമ്മ പറഞ്ഞു കൊടുത്ത ആ ഉപദേശം ലക്ഷ്മണൻ ജീവിതത്തിൽ പകർത്തി എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ശ്രീരാമന്റെ വനവാസ വാർത്ത അറിഞ്ഞ് അമ്മയായ കൗസല്യ വിലപിക്കുന്ന രംഗമുണ്ട്, മോനെ പോകരുത്. അച്ഛന്റെ ആജ്ഞയെ പോലെ തന്നെ അമ്മയുടെ ആജ്ഞയും പ്രാധാന്യമുള്ളതാണ്. ഞാൻ പറയുന്നു മോൻ പോകരുത്, അല്ലെങ്കിൽ നിന്റെ കൂടെ ഞാൻ വരും. അങ്ങനെ വിലപിക്കുന്ന കൗസല്യാണ് നമ്മൾ രാമായണത്തിൽ കാണുന്നത്. എന്നാൽ ലക്ഷ്മണന് പോകേണ്ട കാര്യമില്ല, ലക്ഷ്മണനോട് പോകാൻ പറഞ്ഞിട്ടില്ല, രാജാവ് പറഞ്ഞിട്ടില്ല, ദശരഥ മഹാരാജാവ് പറഞ്ഞിട്ടില്ല, കൈകേയി പറഞ്ഞിട്ടില്ല. പക്ഷെ തന്റെ ചേട്ടനെയും ചേട്ടത്തിയമ്മയും സംരക്ഷണത്തിനായി ഞാൻ പോകുമെന്ന് തീരുമാനമെടുക്കുമ്പോൾ അവിടെ കരയുന്ന സുമിത്രയല്ല നമ്മൾ കാണുന്നത്. അവിടെ കൗസല്യയെ പോലെ സുമിത്ര കരയുന്നില്ല. തന്റെ മകൻ ഉപദേശിക്കുകയാണ്, കാട്ടിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. പ്രതിസന്ധികളിൽ തളരാത്തൊരു കഥാപാത്രമായി, പ്രതിബന്ധങ്ങളിൽ തളരാത്തൊരു കഥാപാത്രമായി, എന്നാൽ ഇടിച്ചു കയറി മുന്നിലേക്ക് വരാത്തൊരു കഥാപാത്രമായി സുമിത്ര അവിടെ നിൽക്കുകയാണ്. ഭാരതീയ സ്ത്രീത്വത്തിന്റെ, സനാതന സംസ്കാരത്തിന്റെ, ആ സനാതന സ്ത്രീത്വത്തിന്റെ ഉറച്ച മാതൃകയായി രാമായണത്തിലെ സുമിത്ര അവിടെ നിൽക്കുന്നു. അത്രയും മഹനീയമായ ഒരു കഥാപാത്രമാണ് സുമിത്രയുടെ. രാമായണ ചിന്തകൾ ഇവിടെ അടുത്തലൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുണ്ട്, നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം കൊണ്ട്, നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ട് മഹാഭാരതത്തിലെ തീർത്ഥാടനം 25 ലക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. യൂട്യൂബിലൂടെയും പത്രത്തിലൂടെയും ഒക്കെ നിങ്ങൾ നൽകിയ പ്രേരണ വളരെ വലുതായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ആ പ്രേരണയിൽ, ആ പ്രചോദനത്തോടുകൂടി ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവുകയാണ്. മഹാഭാരതത്തിലെ തീർത്ഥാടനം 25 ലക്കങ്ങൾ ഒരുമിച്ച് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുന്നു. ആ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ആഗസ്റ്റ് 16 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക്
ടോപ്പ് ഇൻ ടൗൺ KSRTക്ക് സമീപമുള്ള ടോപ്പ് ഇൻ ടൗൺ ശീതൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയാണ്. നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നന്ദി. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ.